റാം നാരായൺ റാം സന്താന്തൾ ശ്രീ ബാലക് ബ്രഹ്മചാരി ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു മതസംഘടനയാണ്. ഈ സംഘടന സ്ഥാപിച്ചത് ശ്രീ ബാലക് ബ്രഹ്മചാരി ജിയാണ്. എല്ലാവരും തൻ്റെ സന്താനമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ആകാശത്തിൽ കാണുന്ന എല്ലാ നക്ഷത്രങ്ങളും, ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളും, കീടങ്ങളും, മണ്ണിലെ എല്ലാ അണുക്കളും ഇവയെല്ലാം ഉൾപ്പെടുത്തി സന്താന്തൾ രൂപം കൊണ്ടിരിക്കുന്നു. ഇവയിൽ ഒരേന്തിനെയും ഒഴിവാക്കാനാകില്ല. അപ്പോഴും അതല്ല. സന്താന്തളിൽ ഉയർന്ന താഴ്ന്നത്, സമ്പന്നൻ പാവപ്പെട്ടവൻ, വലിയവൻ ചെറിയവൻ എന്ന വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും ഒരുപോലെയാണ്. സന്താന്തളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർ ഞങ്ങളെ തെറ്റായി മനസ്സിലാക്കരുത്. ഞങ്ങൾ കൃത്യമായി ബാലക് ബ്രഹ്മചാരി ജിയുടെ ആലോചനകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നവരാണ്. ബാലക് ബ്രഹ്മചാരി ജിയുടെ ജനനം സാധാരണമായി നടന്നില്ല. അദ്ദേഹം അമ്മയുടെ ഗർഭത്തിൽ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാണൻ ഗൗരംഗ മഹാപ്രഭുജിയുടേതായിരുന്നു. ശിശുവിന് വെറും 22 ദിവസം പ്രായമായപ്പോൾ അദ്ദേഹം ഇടതുകാതിലൂടെ പുറത്തു പോവുകയും പിന്നീട് തൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. മഹാപുരുഷന്മാർ എപ്പോഴും മനുഷ്യരുടെയും രക്തത്തിലൂടെയോ പിറവിയിലൂടെയോ വരുന്നതല്ല. ബ്രഹ്മചാരി ജിക്ക് 3 വയസ്സായപ്പോഴുതന്നെ അദ്ദേഹം വേദപ്രചാരണം ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യ ഭക്തനും ശിഷ്യനും ആയിരുന്നു മനായി ഫകീർ. അദ്ദേഹത്തിന് 178 വയസ്സായിരുന്നു. അദ്ദേഹം ഭിക്ഷ തേടിയതെന്തെന്ന് നോക്കിയപ്പോൾ അതൊരു കുഞ്ഞുമുല്ലായിരുന്നുവെന്ന് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. തുടർന്ന് ബ്രഹ്മചാരി ജി തൻ്റെ യഥാർത്ഥ രൂപവും അതിശയകരമായ ദൈവീക രൂപവും കാണിച്ചു. ആരായാലും വലിയ ആളുകൾ ബ്രഹ്മചാരി ജിയിൽ നിന്ന് ദീക്ഷ എടുത്തിട്ടുണ്ട്. സന്താന്തൾ സ്ഥാപിതമായത് 1965-ലാണ്. അതിൻ്റെ ഔദ്യോഗിക രജിസ്ട്രേഷൻ 1966-ൽ നടന്നു. അതിനുശേഷം ആളുകൾ സന്താന്തളുമായി ചേരുകയും വീടുകളിലേക്ക് പോയി ഉപദേശങ്ങളും പ്രചാരണവും നടത്തുകയും ചെയ്തു. ബ്രഹ്മചാരി ജി ഒരാളെ ഭിക്ഷ നൽകുകയോ ശിഷ്യനാക്കുകയോ ചെയ്താൽ അവരുടെ പണം, ദാനം, വസ്ത്രം ഒന്നും സ്വീകരിക്കുകയില്ലായിരുന്നു. ബ്രഹ്മചാരി ജിയിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കാൻ ജാതി, മതം, സമ്പത്ത് എന്നിങ്ങനെയൊന്നും അടിസ്ഥാനമാക്കിയുള്ള വിവേചനമുണ്ടായിരുന്നില്ല. സ്വാതന്ത്ര്യത്തിനു മുമ്പ് ബ്രഹ്മചാരി ജി നേതാജി സുഭാഷ് ചന്ദ്ര ബോസിനെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുകയും ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം പിടിച്ചു നേടാൻ പലരെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം തൻ്റെ എല്ലാ സ്വത്തും വിറ്റഴിച്ച് സ്വാതന്ത്ര്യത്തിനായി പോരാടുന്നവർക്കായി ആ പണം വിതരണം ചെയ്തു.